പിന്നെയോ എങ്ങനെയാണ് ഈ ഷണ്ഡൻ്റെ മനസ്സിൽ ദൈവത്തോടൊരു ആരാധനയുണ്ട്. ഈ ഷണ്ഡൻ്റെ മനസ്സിൽ ദൈവത്തെ അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരുപാട് പേര് നമ്മളെ ഈ ലോകത്തിലുണ്ട്. എല്ലാവർക്കും ദൈവത്തെ പറ്റിയുള്ള ചിന്തയൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ സ്പിരിച്വലായിട്ട് ഇങ്ങനെ ഒന്നുകിൽ അന്ധതയിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അതൊക്കെ നമ്മുടെ ഡെഫിനിഷൻസാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവരെ നോക്കിയിട്ട് പറയുന്നതാണ്, ഇയാൾ അന്ധതയിലാണ് നടക്കുന്നത്, ഇയാൾ അന്ധകാരത്തിലാണ് നടക്കുന്നത്, ഇയാൾക്ക് ദൈവവുമായിട്ടൊന്നുമില്ല, ഇയാൾക്ക് ഒരു ആത്മീയ വെളിച്ചം ഇതുവരെയും വന്നിട്ടില്ല, ആത്മീയ തെളിച്ചം ഇതുവരെയും വന്നിട്ടില്ല. ഒക്കെ ശരിയായിരിക്കും. പക്ഷേ എല്ലാവരും എല്ലാ സമയത്തും ദൈവത്തെയും ദൈവികമായ കാര്യങ്ങളും അന്വേഷിച്ച് നടക്കുകയല്ല. ഇതൊരു ഉത്സവത്തിന് വേണ്ടി വന്ന ആളാണ് നമ്മുടെ ഷണ്ഡൻ. അവൻ എത്യോപ്യയിൽ നിന്ന് കഷ്ടപ്പെട്ട് ജെറുസലേമിലേക്ക് വന്നതാണ്. അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് യഹൂദന്മാരുടെ പുസ്തകം കുറച്ച് പേർക്ക് അന്ന് വായിക്കാനുള്ള കഴിവുള്ളൂ. അന്ന് പുസ്തകം പോലും ഇല്ല, സ്ക്രോളാണ്. ആ സ്ക്രോൾ എടുത്തിട്ട് ഇയാൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അങ്ങനത്തെ ഒരുപാട് പേര് ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ കാണും. പക്ഷെ അവരുടെ അടുത്തേക്ക് നമ്മുടെ സുവിശേഷന്മാരെത്തൂല്ല. അവർക്ക് ഈ കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനും അറിയണ്ടേ. അതിനുള്ള ട്രെയിനിങ്ങും ഇല്ല, അതിനുള്ള വിദ്യാഭ്യാസവും ഇല്ല, അതിനുള്ള ബുദ്ധിയുമില്ല, കഴിവുമില്ല. ആത്മീയമായിട്ടുള്ള ആ ദൈവികമായിട്ടുള്ള വരദാനവുമില്ല. ഒക്കെ ഞാൻ സത്യമാണ് പറയുന്നത്. കാരണം ഒരു മോഡൽ പ്രസംഗമായിട്ട് നടക്കുകയാണ്, എല്ലാവരോടും അതേ പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ ഔട്ട് ഓഫ് സിലബസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ പറയാൻ അറിഞ്ഞൂടാ. മനസ്സിലായി? അങ്ങനെ കുറേ എണ്ണത്തിന് അടിയൊക്കെ കിട്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെ ശരിക്കും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കും. അവർക്ക് അതിൻ്റെ ഒരു ആൻസർ വേണമായിരിക്കും. ആ ആൻസർ വേണ്ട ആ വ്യക്തിയുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഒരു സിനർജി ഉണ്ടാവും. നിങ്ങൾ പറയുന്ന കാര്യം അവർക്ക് വിശ്വസിക്കാൻ തോന്നും, അവർക്കും അത് ക്ലിക്ക് ചെയ്യും. അങ്ങനെ അവർ വിശ്വസിക്കട്ടെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളെങ്ങനെ ഡെയിലി ഒരാൾ വിളിച്ചിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ICICIൻ്റെ ലോൺ ഉണ്ട്, നിങ്ങൾ എടുക്കണ്ടോ, കാർ ലോൺ ഉണ്ട് 10%, 8% ആക്കി, 7% ആക്കി, നിങ്ങൾ എടുക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഡെയിലി നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അവരെ ഫോണ് ബ്ലോക്ക് ചെയ്യും, അല്ലേ? അതേസമയം നമുക്കിപ്പോൾ കാർ ആവശ്യമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയി എല്ലാ സ്ഥലത്തും അന്വേഷിക്കും ഏതാണ് നമുക്ക് വേണ്ട കാറ്, നമ്മുടെ കുടുംബത്തിന് ഫിറ്റാവുന്ന ഏറ്റവും നല്ല കാർ ഏതാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കും. അതിൽ നമുക്ക് പറ്റിയ ഏറ്റവും നല്ല കാർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ലോണും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നോക്കും. ആ സന്ദർഭത്തിൽ ഇങ്ങനൊരു വ്യക്തി വന്നാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം, ഇങ്ങനൊരു ലോൺ ഉണ്ട്, ഇത് മറ്റുള്ള ലോണ് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കുറയും, അടവുകൾ കുറയും, അല്ലെങ്കിൽ ഇതിൽ ഇന്ന കാര്യങ്ങളും കൂടെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അയാൾ പറയുന്ന വാക്ക് കേൾക്കും, അതിന് നമ്മൾ വില കൊടുക്കും. അത് ചിലപ്പോൾ സെയിം ആളായിരിക്കും. ആ സമയത്ത് നമ്മൾ ആ കാര്യം കേട്ട് മനസ്സിലാക്കി നമ്മൾ ആ സാധനം എടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ വേണ്ടാന്നും പറയും, ഇല്ലേ? അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ഇല്ലേ? അതേമാതിരി ഈ വിഷയം, അതേമാതിരിയാണ് ഈ ആത്മീയ വിഷയം. വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എന്താ പറയുക, അവർക്കൊരു കേസൊക്കെ കൊടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഈ സെൻട്രൽ ട്രയംഗൂറിൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ നരകത്തിൽ പോകുന്നുള്ള അവർക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നരകത്തിൽ പോകും, വിശ്വസിച്ച് ഞങ്ങൾ സ്വർഗത്തിൽ പോകുന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടൊരു പ്രാക്ക് കൊടുത്തിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവമാണോ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമാണോ കാണിക്കുന്നത്, സ്നേഹമാണോ നിങ്ങൾ കാണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുക്കിലേക്ക് തന്നെത്താനെ ആളുകൾ വരും. നിങ്ങൾ അവരുടെ പുറകെ പോയി അവരെ പിടിച്ച് അവരെ ഇരുത്തി അവരോട് ഫുള്ള് പ്രസംഗിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വെളിപ്പെടുത്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. വെളിച്ചത്തെ കാണുമ്പോൾ ജീവികളൊക്കെ കണ്ടില്ലേ, വെളിച്ചത്തിലേക്ക് അവർ ഓടി വരും, അവർ വന്ന് ആ വെളിച്ചത്തെ ആഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, അല്ല കാഴ്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള സ്നേഹമല്ല, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, എല്ലാവരെയും അവരുടെ ഇതൊന്നും നോക്കാതെ അവരെ സ്നേഹിക്കുക. അടുത്തത് മറ്റോട് ക്ഷമിക്കുക, അവരെ സഹിക്കുക. ചില സമയങ്ങളിൽ സഹിക്കേണ്ടി വരും, ചില സമയങ്ങളിൽ നമ്മൾ ക്ഷമിക്കേണ്ടി വരും അവരെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ നമ്മളോട് ചെയ്താൽ. ഈ കാര്യങ്ങളിലൊക്കെ ഒരു നല്ല സാക്ഷ്യം നമ്മൾ വഹിക്കണം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ. അല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭയും യാക്കോബൈറ്റ് സഭയും തമ്മിൽ യുദ്ധം, പ്രൊട്ടസ്റ്റന്റ് സഭയും പിന്നെ കത്തോലിക്ക സഭയും തമ്മിൽ യുദ്ധം, ഗ്രീക്ക് ഓർത്തഡോക്സും റഷ്യൻ ഓർത്തഡോക്സും തമ്മിൽ യുദ്ധം, യുക്രൈനിലുള്ള ആൾക്കാരും എന്താ പറയുന്നത് നമ്മുടെ
റഷ്യയിലുള്ള ആൾക്കാർ 2 ക്രിസ്ത്യൻസാണ് തമ്മിൽ യുദ്ധം. ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ പിന്നെ ഈ പ്രോഡക്റ്റ് ആർക്കും വേണ്ടി വരില്ല, ആരും അന്വേഷിച്ച് നമ്മുടെ അടുത്തേക്ക് വരില്ല. ആർക്കും അവരുടെ പ്രശ്നങ്ങൾ കൂട്ടാനോ അവർക്ക് സ്വർഗത്തിൽ പോയില്ലെങ്കിലും യുദ്ധം ചെയ്യാതെ മരിക്കാതെ കൊല്ലാതെ ജീവിച്ചാൽ മതി എന്നായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. യേശു ക്രിസ്തു എന്താ ചെയ്തത് അത് നമ്മൾ ചെയ്യുക. മറ്റുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി കരുതുക, അവരുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിപ്പോൾ തട്ടിപ്പ് കാണിക്കുകയാണ്, വെട്ടിപ്പ് കാണിക്കുകയാണ്, എന്നിട്ട് മുങ്ങുകയാണ്. ഇതൊക്കെയാണ് ക്രിസ്ത്യാനികളുടെ സാക്ഷ്യം. അപ്പോൾ ആരാണ് പിന്നെ ഈ യേശു ക്രിസ്തു വിശ്വസിക്കുക? അപ്പോൾ പറയൂ, അത് ക്രിസ്തുവിനെ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നോക്കണ്ട എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രോഡക്റ്റ് മേടിക്കുന്ന എന്തിനാണ് ഒരു വ്യക്തി, എന്തിനാണ് ഒരാൾ യേശു ക്രിസ്തു വിശ്വസിക്കുന്നത്? നന്നാവാൻ വേണ്ടിയാണോ മോശമാവാൻ വേണ്ടിയാണോ? നന്നാവാൻ വേണ്ടി. അപ്പോൾ ഈ നന്നായ ആൾക്കാരുടെ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുത്താലേ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. ഇതിൻ്റെ ആവശ്യമുണ്ട്, ഇതുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാവും. അത് അവരെ നോക്കണ്ട, ഇവരെ നോക്കണ്ട. അപ്പോൾ ആരെയും നോക്കണ്ട, ആരും മാതൃകയായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആര് ട്രസ്റ്റ് ചെയ്ത് ഈ സാധനത്തെ മേടിക്കും? എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ നല്ല ഒരു ബ്രാൻഡ് കാറാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഈ കാറിനെ മാത്രം നോക്കിയാൽ മതി. ഒരുപാട് പേര് ഈ കാറ് മേടിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ പലതും പറയൂ, ആ കാറ് മോശമായിട്ട് ഓടിക്കുന്നത് കൊണ്ടായിരിക്കും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത് കാറിൻ്റെ പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്ന സാക്ഷ്യത്തിന് ഒരു വിലയും കൊടുക്കണ്ട, ഞങ്ങൾ തരുന്ന ബെസ്റ്റ് കാറാണ്, ആ കാർ നിങ്ങൾ മേടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കാൻ പോയാൽ ആൾക്കാർ മേടിക്കുമോ? ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം സത്യമായിരിക്കും, എന്നാലും ആൾക്കാർ മേടിക്കുമോ? ആൾക്കാർക്ക് കാണേണ്ടത് എന്താണ്? ഈ കാറ് മേടിച്ച മറ്റുള്ളവരുടെ അനുഭവം എന്താണ്? മറ്റുള്ളവരുടെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാറ് മേടിച്ച മറ്റുള്ളവരുടെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് മരണത്തെ ജയിച്ചു, 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇനി മരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവരോട് പറയാണ്, നിങ്ങൾ മരിച്ചാലും ജീവിക്കും. നിങ്ങളുടെ ആത്മാവ് മാത്രമല്ല, നിങ്ങളുടെ ഈ ശരീരം തന്നെ, ശരീരത്തോടു കൂടി നിങ്ങൾക്കൊരു പുതിയ ശരീരം ലഭിക്കും. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് വന്ന ശേഷം അവിടെ നിങ്ങൾ വാഴും കർത്താവിനോട് കൂടെ. അതുകൊണ്ട് ഇവിടെയുള്ള സാധനങ്ങൾക്കും കാര്യങ്ങൾക്കും ഇവിടെയുള്ള കാര്യങ്ങൾക്കൊന്നും അധികം ബന്ധങ്ങൾക്കും ഇതിനും ഒക്കെ പിടിച്ചു പറിക്കുന്നു നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന് വേണ്ടി എന്താ പറയുന്നത്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. ദൈവത്തിന് വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് നിങ്ങൾ ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത്. മറ്റുള്ളവരെ സ്നേഹിച്ചും കൊണ്ടും സേവിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയായും കൊണ്ടും ദൈവത്തിൻ്റെ ആ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അതാണ് കർത്താവ് പറയുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? അപ്പോൾ കർത്താവ് ഓൾറെഡി മരണത്തെ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് പള്ളികൾ തമ്മിൽ ഫൈറ്റാണ്. എന്തിനു വേണ്ടി? മരിച്ച ആളെ അടക്കുന്ന സെമിത്തേരി ഉണ്ടല്ലോ, ആ ഭൂമിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും വീടും കുടുംബവും പാരമ്പര്യവും ഇഷ്ടം പോലെ പൈസയും എല്ലാം വിട്ടിട്ടാണ് യേശു ക്രിസ്തു വിശ്വസിച്ചത് ഒറ്റയ്ക്ക്. ഒരുപാട് പേരെന്നെ എതിർത്തു, ഒരുപാട് പേരെന്നെ കളിയാക്കി, ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ ആദ്യ കാലഘട്ടങ്ങളിൽ യേശുവിൽ വിശ്വസിച്ചത് നിമിത്തം എൻ്റെ വീട്ടുകാർക്ക് എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അനുഭവിച്ചത് എന്തോർത്തുകൊണ്ടാണ്? ഇനിയൊരു പുനരുത്ഥാനം ഉണ്ടാകും, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും, അന്ന് എനിക്ക് പുതിയ ശരീരം ലഭിക്കും, അന്ന് എൻ്റെ ഈ നിന്ദയും എൻ്റെ ഈ പരിഹാസവും എന്നെക്കുറിച്ചുള്ള ഈ മോശമായിട്ടുള്ള ടോക്കൊക്കെ മാറും, അന്ന് കർത്താവ് എന്നെ ഉയർത്തും എന്നുള്ള വിശ്വാസത്തോടെയാണ്. എൻ്റെ ശരീരം ഞാൻ മരിച്ച എവിടെ അടക്കുമെന്നതിനെക്കുറിച്ച് എനിക്ക് അന്നും ഒരു ബോധമില്ല, ഇന്നും ഒരു ബോധമില്ല. ഞാൻ സത്യം പറയാലോ, എൻ്റെ അച്ഛൻ ചിലപ്പോൾ എൻ്റെ ഡെഡ് ബോഡി വിട്ടുകൊടുക്കൂല ക്രിസ്ത്യാനികൾക്ക്. അങ്ങനെയൊരു സംഭവമുണ്ട്. വലിയൊരു ജാതിയിലെ വലിയൊരു പ്രമുഖനൊക്കെയാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഞാൻ അയാളെ വീട്ടിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഡെഡ് ബോഡി പോലും ക്രിസ്ത്യൻസിന് കിട്ടൂല. എന്നാലും ഞാൻ ഉയർത്തെഴുന്നേക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെ എവിടെ അടക്കിയാലും ശരി, ഞാൻ ബോംബ് ബ്ലാസ്റ്റിൽ പൊട്ടിത്തെറിച്ച് മരിച്ചാലും ശരി, അതല്ല എന്നെ അവർ കത്തിച്ചാലും ശരി, ഞാൻ ഉയർത്തെഴുന്നേക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ കാണുന്നതെന്താണ്? മരിച്ച ആൾക്കാരെ അടക്കാനുള്ള ഭൂമിക്ക് വേണ്ടിയിട്ട് യാക്കോബൈറ്റും ഓർത്തഡോക്സും തമ്മിൽ ഫൈറ്റ് ചെയ്ത് എവിടെ എത്തി? സുപ്രീം കോർട്ട് വരെ എത്തി. എന്നിട്ട് സുപ്രീം കോർട്ടിലെ ജഡ്ജിക്ക് അറിഞ്ഞുകൂടാ, അയാൾ അവധി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഇതിപ്പോൾ എങ്ങനെയാണ് സെറ്റിലാക്കുക? ഇവരൊക്കെ വിശ്വസിക്കുന്നത് ഒന്ന്, ഇവരുടെ ബൈബിൾ വായിച്ചു നോക്കിയാൽ ഒന്ന്, ഇവരൊക്കെ വിശ്വസിക്കുന്ന കാര്യം എന്താണ്? മരിച്ചാലും ഇവർ ജീവിക്കും, ഇവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ഈ മരിച്ച ബോഡി അടക്കമുള്ള സ്ഥലത്തിന് വേണ്ടി ഇവർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റിലാക്കുക അല്ലേ?
അയാൾക്ക് തന്നെ ഇതൊരു വളരെ മോശമായിട്ടുള്ള മാന്യത ഇല്ലാത്തൊരു കാര്യമായിട്ടാണ് തോന്നിയത്. നമ്മൾ ഹിന്ദുക്കളുടെ ഇടയ്ക്ക് അങ്ങനെ ഫൈറ്റുണ്ടോ? മരിച്ച ആൾക്കാരെ അടക്കാനുള്ള ഭൂമിയെക്കുറിച്ചും അതേപോലെ കത്തിക്കാനുള്ള സ്ഥലത്തെക്കുറിച്ചൊക്കെ ഫൈറ്റുണ്ടോ? എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ഫൈറ്റ് ഇവരിങ്ങനെ കാണിക്കുന്ന സമയത്ത് പിന്നെ ഈ പ്രോഡക്റ്റ് എടുക്കാൻ ആർക്കെങ്കിലും തോന്നുമോ? ഈ ആൾക്കാരൊക്കെ മരിച്ചാൽ അടക്കപ്പെട്ട ആ ബോൺസ് അവിടെ തന്നെ ഉണ്ടാവും യേശു ക്രിസ്തു വന്നാലും എന്നുള്ള പൂർണ്ണ ഉറപ്പിലാണ് ഇവർ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. എന്നാ ഞാൻ മനസ്സിലാക്കിയത് എന്നുവെച്ചാൽ കർത്താവ് വന്നാലും ശരി അവരെ ബോൺസ് അവിടെ തന്നെ ഉണ്ടാവും സേഫായിട്ട്. ആ വെള്ളത്തേച്ച ശവക്കല്ലറയ്ക്കുള്ളിൽ ഉണ്ടാവും. കാരണം അവർ തന്നെ വെള്ളത്തേച്ച ശവക്കല്ലറമാരിയാണ്. അവർക്ക് ഇത് അറിഞ്ഞൂടാ. ഇതിനു വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ഇത് ആർക്കാ വേണ്ട ചെയ്ത് കൊടുക്ക്. അതാണ് നീ ഒരു അപ്പോസ്തലനാണെങ്കിൽ, ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നീ ചെയ്യേണ്ടത്. ഇതൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എന്താ മനോജ് ചെയ്തതെന്ന്. മനോജിനോട് ചോദിച്ച ആൾക്കാർക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, വേണ്ടതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അവരോട് ഫൈറ്റ് ചെയ്യാനോ അവർക്കെതിരെ കേസ് കൊടുക്കാനോ അവരുമായിട്ട് ഒരു എന്താ പറയുക ആത്മീയ ഝഗടയ്ക്കോ അല്ല ഒരു ഭൗതിക ഝഗടയ്ക്കോ അവരെ ഉപദ്രവിക്കാനോ ഞാൻ പോയിട്ടില്ല, ഞാൻ പോവില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നമ്മുടെ ആത്മീയ ഭർത്താവും കൂടിയാണ് ഒരു രീതി പറഞ്ഞാൽ, അല്ലേ? നമ്മൾ മണവാട്ടി സഭയാണ്. കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം എന്താണ്? മറ്റുള്ളവരെ സ്നേഹിക്കുക. അവർ നമ്മൾ ഉപദ്രവിച്ചാലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമിക്കുക. ഇങ്ങനൊരു മാതൃകയാണ് കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നടുക്കിൽ സ്നേഹമുണ്ട് എന്ന് മറ്റുള്ളവർ കാണുമ്പോൾ അവർ തന്നെത്താനെ നമ്മളടുത്തേക്ക് വരും. സ്നേഹം കൊതിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ, സ്നേഹം കിട്ടാത്ത, ആരും സ്നേഹിക്കാത്ത, സ്നേഹം കിട്ടിയിട്ടും അത് അനുഭവിക്കാൻ പറ്റാത്ത, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിൽ സ്നേഹം മാത്രം ഉണ്ടായാൽ മതി. നിങ്ങൾ തമ്മിൽ സഹായിക്കുന്ന ആൾക്കാരായാൽ മാത്രം മതി അവർ വരും. അല്ലാതെ നമ്മളെ ജീവിതമൊക്കെ ഇതേ ലെവലിൽ തന്നെ കിടക്കൂ, നമ്മളെ സ്വഭാവത്തിനും അതേ ലെവലിൽ തന്നെ കിടക്കൂ. ഇതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഈ പൈസയ്ക്ക് വേണ്ടി ഇതിനു വേണ്ടിയൊക്കെ ഫുൾ അടിയും പിടിയും ഫൈറ്റും പിന്നെ ഫുൾ കോടതിയിലെ കേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പോലീസിനെ വിളിച്ച് മറ്റൊന്നെ തല്ലിക്കുക, ഗുണ്ടയെ വരെ വിളിച്ചിട്ട് തല്ലിക്കുന്ന ആൾക്കാരുണ്ട്, പാസ്റ്റർമാർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് പൈസ ഉണ്ടല്ലോ, അല്ലേ? പിന്നെ ഇവിടെ പീഡനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരത്തിയാൽ മതി, പുറമേ ഉള്ളവരൊക്കെ വിശ്വസിക്കും. അതാണ് അവരുടെയൊക്കെ ധാരണ. പുറമേ ഉള്ളവർ വിശ്വസിച്ചിട്ട് നമ്മളെ സഹായിക്കും, അല്ലേ? ഇതൊക്കെ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റ് നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുകളും ഒക്കെ സഹിച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നത്. ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം. പാകിസ്ഥാനിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവർ നിർത്തിച്ചു. എന്താ നിർത്തിക്കാനുള്ള കാരണം അറിയോ? ഒന്ന്, അവരുടെ ബ്ലാസ്ഫമി ക്ലോസ് അവരുടെ ഖുർആനകത്തുള്ള. 2, ഈ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവർ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺഷിപ്പാണ് കൊടുക്കുക. സെക്കൻഡ് ക്ലാസ് സിറ്റിസൺഷിപ്പ് നിങ്ങൾ കേട്ടാണോ? അവരുടെ ഒരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു, അയാൾക്ക് ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല, അയാൾ ക്രിസ്ത്യൻ ആയതുകൊണ്ട്. യൂസഫ് യുഹാന. അയാളുടെ പേരും മാറ്റി, അയാളുടെ മതവും മാറ്റി, എന്നിട്ടാണ് അയാൾ ക്യാപ്റ്റൻസിയിലേക്ക് വന്നത്. അതാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുടെ സപ്പോർട്ട് മേടിച്ചുകൊണ്ട് അവരെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി നടക്കുന്ന അതുവരെ തയ്യാറാണ്. അങ്ങനെയുള്ള കുറേ ക്രിസ്ത്യാനികളുണ്ട്, മഹാപൊട്ടന്മാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിറിയയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ മുഹമ്മദൻസ് മുസ്ലിങ്ങൾ നന്നായി അടിച്ച് പീഡിപ്പിച്ച് ഓടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ആളുകളാണ് പലരും. ആ ആളുകളൊക്കെ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഒരു തുല്യ വാല്യൂ കൊടുത്തുകൊണ്ട് സഹോദരന്മാരെ പോലെ അവരെ സ്വീകരിച്ച ആളുകളാണ് ഭാരതത്തിലെ ഹിന്ദുക്കൾ. അവരെപ്പറ്റി മറ്റ് നാടുകളിൽ പോയിട്ട് വേണ്ടാതിനൊക്കെ പറയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ആ ഹിന്ദു നിങ്ങൾക്കെതിരെ തിരിയാതിരിക്കാൻ, നമ്മൾക്കെതിരെ തിരിയാതിരിക്കാൻ. മനസ്സിലായോ? നമുക്കിവിടെ ഒരു സ്ഥലം തന്നു, നമുക്കിവിടെ ഒരു ഫ്രീഡം തന്നു, നമുക്കിവിടെ ഒരു ഈക്വൽ റൈറ്റ്സ് തന്നു. ഇതൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പോൾ അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ പാകിസ്ഥാൻ ഏരിയയിലേക്ക് വന്ന ക്രിസ്ത്യാനികളുണ്ട്. അവർ പാകിസ്ഥാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കോടീശ്വരന്മാരായിട്ട് പൈസക്കാരായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിൽ. പക്ഷെ പാകിസ്ഥാനായി കഴിഞ്ഞപ്പോൾ അവരെ അവിടുന്ന് പുറത്താക്കി.